ഹരേ കൃഷ്ണ, ജയശ്രീ, രാധേ രാധേ. എല്ലാ സജ്ജനങ്ങളെയും എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഭക്തിപൂർവം സ്വാഗതം ചെയ്യുകയാണ്. വൈഷ്ണവ സുദർശനത്തിൽ കഴിഞ്ഞ 107 ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാരപ്പിറവി മുതൽ അമ്മയുടെ തിരുനാമങ്ങൾ, അഷ്ടോത്തരങ്ങൾ ഓരോ ദിവസവും 108 പ്രാവശ്യം വെച്ച് ജപിച്ച് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ അർപ്പിക്കാനായിട്ട് അമ്മ നമുക്ക് ഭാഗ്യം അനുവദിച്ചിരിക്കുകയാണ്. ഈ യജ്ഞത്തിൽ ആദ്യ അവസാനം പങ്കെടുക്കുക എന്ന് പറയുന്നത് എത്രയോ ജന്മങ്ങളിൽ ചെയ്ത സുഹൃതം കൊണ്ട് മാത്രം സാധിക്കുന്ന വളരെ വലിയ, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള, വളരെ വിശേഷപ്പെട്ട ഒരു ജന്മ ദൗത്യം. അല്ലെങ്കിൽ ഈ 108 ദിവസത്തെ ഉപാസനയ്ക്ക് അമ്മ നമ്മളെ നിയോഗിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരു നമ്മുടെ ഒരു ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്നുള്ള ഒരു ഉറപ്പ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു നിയോഗം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാര പിറവി മുതൽ ഇങ്ങനെ ഒരു യജ്ഞം, നാമജപ യജ്ഞം ലോക നന്മയ്ക്കായി ചെയ്യണം എന്നുള്ള ഒരു ചിന്ത അമ്മ മഹാലക്ഷ്മി ദേവി നമ്മുടെ ഉള്ളിൽ തന്ന സമയത്ത് നമുക്കിത് എങ്ങനെ പൂർത്തീകരിക്കാൻ പറ്റും എന്നൊന്നും വിചാരിച്ചില്ല. കാരണം 108 ദിവസത്തെ ഉപാസന യജ്ഞമാണ്, ജപയജ്ഞമാണ്. അപ്പോൾ ഈ കലിയുഗത്തിലെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു യജ്ഞം എന്ന് പറയുന്നത് നാമജപ യജ്ഞം തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ കലിയില് യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് പറഞ്ഞത്. അതായത് കലിയുഗത്തില് ആ ജപയജ്ഞം എന്ന് പറയുന്നതും ഞാൻ തന്നെയാണ്, ഭഗവാനെ തന്നെയാണ് നാം ഉപാസിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു കലിയുഗ രാജസൂയമായിട്ടുള്ള ഈ നാമജപയജ്ഞത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് നമ്മുടെ പൂർവജന്മ സുഹൃതം, നമ്മുടെ അച്ഛനമ്മമാരുടെ അനുഗ്രഹം, നമ്മുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം, ഇതെല്ലാം കൊണ്ടാണ് നമുക്ക് ഈ ഒരു നാമജപയജ്ഞം കേൾക്കാനായിട്ട്, ഇതിൽ ജപിക്കാനായിട്ട്, ഇതിൽ അർച്ചന ചെയ്യാനായിട്ട് എല്ലാം സാധിച്ചത്. സർവോപരി ആ ജഗന്നിയന്താവായിട്ടുള്ള ബ്രഹ്മവിഷ്ണു ശങ്കരന്മാരുടെയും ആ അനുഗ്രഹകലകൾ ഒരേപോലെ നിറഞ്ഞു നിൽക്കുന്ന, നവദുർഗമാരുടെയും അനുഗ്രഹം ഒരേ രൂപത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരിയായിട്ടുള്ള, ഭൂമിയുടെ ഈശ്വരിയായിട്ടുള്ള ആ അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും കൂടി കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സാധിച്ചിട്ടുള്ളത്. ഇനി തുടക്കം മുതൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ധാരാളം സജ്ജനങ്ങൾ വൈഷ്ണവ സുദർശനത്തിൽ ഈ യജ്ഞത്തിൽ ഏതെങ്കിലുമൊക്കെ ഭാഗത്തൊക്കെ പങ്കാളികളായിട്ടുണ്ട്. അപ്പം അതും യഥാർത്ഥത്തിൽ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. നമുക്ക് ഒരു ദിവസമെങ്കിലും ഈ യജ്ഞത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനുഗ്രഹം, അമ്മയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് നമുക്ക് അമ്മ മഹാലക്ഷ്മി ദേവിയുടെ ഈ യജ്ഞത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. ഒരു ദിവസമെങ്കിലും, ഒരു മിനിറ്റെങ്കിലും അമ്മയുടെ തിരുനാമം കേൾക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അമ്മ അതിനുള്ള ഭാഗ്യം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്മീ കടാക്ഷം ഉണ്ടാവാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഈ വലിയ ഒരു നാമജപ യജ്ഞത്തിൽ, ഈ അമ്മയുടെ അവതാരപ്പിറവി മുതൽ സംഭവിച്ചിട്ടുള്ള ഈ ഒരു യജ്ഞത്തിൽ, ഇത് സംഭവിച്ചതെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതെങ്ങനെയൊക്കെയോ നമ്മൾക്ക് വന്നു ചേർന്നതാണ്. ഇങ്ങനെ ഒരു തോന്നൽ പെട്ടെന്നുണ്ടാവുകയും അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയും അതിൻ്റെ ഇടയ്ക്ക് ധാരാളം പ്രതിബന്ധങ്ങൾ ഉണ്ടാവുകയും, പക്ഷേ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ യജ്ഞം നമുക്ക് ഇന്ന് പൂർത്തി ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ നമുക്ക് വൈകുന്നേരം, ഇന്നലെ പറഞ്ഞിരുന്നു, ഇന്ന് വൈകുന്നേരം 6:30 ഒരു ലക്ഷ്മി പൂജയോടുകൂടി തന്നെ നമുക്ക് ഈ ജപയജ്ഞം അമ്മയുടെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും, ഭക്തമനസ്സുകളെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരേ സമയത്ത് തന്നെ അമ്മയുടെ തിരുനാമം ജപിച്ചുകൊണ്ട് അമ്മയുടെ കാൽക്കൽ അർച്ചന ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ 108 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ജപയജ്ഞം അമ്മയുടെ പാതാരബിന്ദങ്ങളിൽ ഇന്ന് സമർപ്പിക്കാം.
അപ്പോൾ എല്ലാവരും അതിന് തയ്യാറെടുക്കുക. പിന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് പൂജയ്ക്ക് ഒരുക്കി വെക്കേണ്ടത് എന്നെല്ലാം ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ടുള്ള ആ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അത് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് എന്ന് അറിയാത്ത സജ്ജനങ്ങൾ അത് ഇന്നലത്തെയോ മിനിഞ്ഞാന്നത്തെയൊക്കെ ആ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ അത് അറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തിരിക്കുന്ന സജ്ജനങ്ങൾ ഈ വൈഷ്ണവ സുദർശനത്തിലൂടെ അമ്മയുടെ തിരുനാമം കേൾക്കുന്നുണ്ട്, ഇത് ജപിക്കുന്നുണ്ട് എന്നൊക്കെ അറിയുന്നതിൽ വളരെ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഇതിൽ കേരളത്തിന് പുറത്തുള്ളവരുണ്ട്, ഇന്ത്യക്ക് പുറത്തുള്ളവരുണ്ട്. അപ്പം എല്ലാവരും ആ സമയത്ത് പൂജയിൽ പങ്കെടുക്കുക. ഇനി സാധിക്കാത്തവർ അമ്മയുടെ ആ ഒരു രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് ഈ 6:30 മുതൽ 7 മണി വരെയുള്ള ഈ സമയം അമ്മയെ ഉപാസിക്കുക, അമ്മയുടെ തിരുനാമം ജപിക്കുക. അമ്മയുടെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് അമ്മയുടെ ഏതെങ്കിലും തിരുനാമം ജപിക്കുക. അല്ലെങ്കിൽ ഇന്നത്തെ തിരുനാമം തന്നെ, ഇന്ന് ജപിക്കാനുള്ള ആ തിരുനാമം തന്നെ ജപിച്ച് അമ്മയിൽ സമർപ്പിക്കുക. നമ്മുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും എല്ലാം നീങ്ങുന്നതിന് വേണ്ടിയിട്ട് അമ്മയോട് പ്രാർത്ഥിക്കുക. ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകാൻ വേണ്ടിയിട്ട് അമ്മയോട് പ്രാർത്ഥിക്കണം. അതോടൊപ്പം സന്തതി പരമ്പരകളുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് അമ്മയോട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ 108 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യജ്ഞസമർപ്പണ ദിവസം അമ്മയോട് എന്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ അമ്മ അത് നടത്തിത്തരും. അതുകൊണ്ടാണ് നമുക്കിത് 108 ദിവസവും, ഇത് 108ാമത്തെ ദിവസവും നമുക്കിത് പറയാനും ഭക്തമനസ്സുകൾക്കിത് കേൾക്കാനും ഒക്കെയുള്ള ഭാഗ്യം ലഭിച്ചത്. അപ്പോൾ സാധാരണക്കാർക്ക് ആർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. തീർച്ചയായും നമ്മളെല്ലാവരെയും അമ്മയെ അനുഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ സാധിച്ചത്. എല്ലാവരും ആ പേരും നാളും കൂടി അതിനകത്ത് കമൻറ്റിൽ എഴുതുക. പിന്നെ ദക്ഷിണാ സമർപ്പണത്തിന് താല്പര്യമുള്ളവർക്ക് ഗൂഗിൾ പേയുടെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ടാകും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ആഗ്രഹമുള്ളവർക്ക് അത് ചെയ്യുന്നതിൽ തടസ്സങ്ങളില്ല എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാം. പൂജയുടെ ഇന്ന് വൈകുന്നേരം ചെയ്യേണ്ട പൂജയുടെ കാര്യങ്ങളിലേക്ക് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം. ഇന്ന് വൈകുന്നേരം ആ അഷ്ടോത്തര ജപത്തോടൊപ്പം തന്നെ നമുക്ക് ഈ പൂജ അമ്മയുടെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കാവുന്നതാണ്. പൂജയ്ക്ക് മുമ്പായിട്ട് നമ്മുടെ വീട് നല്ല വൃത്തിയാക്കി വയ്ക്കണം. കാരണം വൃത്തിയുള്ള വീടുകളിൽ മാത്രമേ ലക്ഷ്മി ദേവി വസിക്കുകയുള്ളൂ. ഒരു പീഠത്തിൽ ഒരു ചുവന്ന തുണിയോ അല്ലെങ്കിൽ ചുവന്ന പട്ടോ വിരിച്ച ശേഷം ആ ദേവിയുടെ ചിത്രമോ അല്ലെങ്കിൽ വിഗ്രഹമോ ആ പീഠത്തിൽ സ്ഥാപിക്കുക. അതിനുശേഷം ലക്ഷ്മി ദേവിയുടെ ആ ചിത്രത്തിൽ അല്ലെങ്കിൽ വിഗ്രഹത്തിൽ താമരപ്പൂക്കൾ കൊണ്ടോ അല്ലെങ്കിൽ ചുവന്ന പൂക്കൾ കൊണ്ടോ ഒരു മാല കെട്ടി അമ്മയ്ക്ക് ചാർത്തുക. ഇനി അമ്മയ്ക്ക് അർച്ചന ചെയ്യാനായിട്ട് ചെത്തി, തുളസി, ചെമ്പരത്തി ഇവ ഒരുക്കി വയ്ക്കുക. ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരു 5 തിരിയിട്ട നിലവിളക്ക് നെയ്യ് ഒഴിച്ച് വേണം ഇത് കത്തിക്കാനായിട്ട്, ഈ നിലവിളക്ക് കത്തിക്കാനായിട്ട്. ഇനി നെയ്യ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ ഉപയോഗിക്കുക. വിളക്കെണ്ണ പരമാവധി ഒഴിവാക്കുക. അപ്പോൾ ഈ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് അമ്മയുടെ ഒരു ശ്ലോകം ജപിക്കണം. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. അതുപോലെ തന്നെ അതിനുശേഷം ഈ വീടിൻ്റെ ഇന്നലെ 3 ചിരാതുകൾ കരുതണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ അമ്മയുടെ ചിത്രത്തിന് മുമ്പിലായിട്ട് അല്പം നെയ്യൊഴിച്ച് ഒരു നെയ്വിളക്ക് അമ്മയുടെ തിരുമുമ്പിലായിട്ട് സമർപ്പിക്കുക. ഇനി ചിരാത് ഇല്ലാത്ത ഒരു ചെറിയ നിലവിളക്കിൽ അമ്മയുടെ തിരുമുമ്പിൽ നെയ്വിളക്ക് കത്തിക്കുക. അതിനുശേഷം 2 ചിരാതിൽ നമ്മുടെ പ്രധാന വാതിലിൻ്റെ 2 ഈ വശങ്ങളിലായിട്ട് 2 നെയ്വിളക്ക് കൂടി സമർപ്പിക്കുക. അതിനുശേഷം ഈ അമ്മയുടെ നെയ്വിളക്ക് അമ്മയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്ന സമയത്ത് ഓം വരലക്ഷ്മി നമഃ എന്ന് 5 പ്രാവശ്യം ജപിച്ചുകൊണ്ട് അമ്മയ്ക്ക് ഈ നെയ്വിളക്ക് സമർപ്പിക്കുക. ഓം വരലക്ഷ്മി നമഃ എന്നുള്ള തിരുനാമം നാം ഇത്
ജപിച്ച് അമ്മയുടെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിച്ചിട്ടുള്ള അമ്മയുടെ അഷ്ടോത്തരങ്ങളിലെ ഒരു നാമമാണ്. അതിനുശേഷം ഒരു തളികയിൽ അല്പം കുങ്കുമം, മഞ്ഞൾപ്പൊടി, ഇനി മഞ്ഞൾപ്പൊടിക്ക് പകരം മഞ്ഞൾ കഷ്ണമാണെങ്കിലും മതി, ശുദ്ധമായതാവണം എന്നുള്ളത് മാത്രം. 1 രൂപ കോയിനോ 5 രൂപ കോയിനോ കയ്യിൽ കരുതുക. പിന്നെ വെറ്റില, അടയ്ക്ക ഇവ വയ്ക്കുക ഈ താമ്പാളത്തിൽ. കൂടാതെ സുഗന്ധദ്രവ്യങ്ങളുണ്ടെങ്കിൽ അത് സമർപ്പിക്കാം. ഗ്രാമ്പു, ഏലം, അപ്പം ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ സമർപ്പിക്കുക. ബാക്കി കുങ്കുമം, മഞ്ഞൾപ്പൊടി, കോയിന്, വെറ്റില, അടയ്ക്ക ഇത്രയും കരുതുക. കൂടാതെ കിട്ടുകയാണെങ്കിൽ ഗ്രാമ്പുവും ഏലക്കായും അമ്മയ്ക്ക് സമർപ്പിക്കാം. അതിനുശേഷം അമ്മയ്ക്ക് കൂടാതെ പഴങ്ങൾ, മധുരപലഹാരങ്ങൾ, മാതള നാരങ്ങ, തേങ്ങ, അതുപോലെ തന്നെ ഈ ഉണങ്ങിയ പഴങ്ങൾ എന്നിവയും അമ്മയ്ക്ക് നമുക്ക് നിവേദ്യമായിട്ട് സമർപ്പിക്കാവുന്നതാണ്. അതിനുശേഷം അമ്മയുടെ തിരുനാമങ്ങൾ, സ്തോത്രങ്ങൾ ജപിച്ചുകൊണ്ട് ചെത്തി, തുളസി, ചെമ്പരത്തി എന്നീ പുഷ്പങ്ങൾ കൊണ്ട് അമ്മയ്ക്ക് ഓരോ തിരുനാമം ജപിക്കുമ്പോഴും അമ്മയുടെ പാതാരബിന്ദങ്ങളിൽ അർച്ചന ചെയ്യുക. അമ്മയുടെ ഇന്നത്തെ തിരുനാമം കൂടി പറയാം. അമ്മയുടെ തിരുനാമം ഓം ഭുവനേശ്വരിയേ നമഃ. അതായത് ഈ ഭുവനത്തിൻ്റെ മുഴുവൻ ഈശ്വരിയായിട്ടുള്ള അമ്മ മഹാലക്ഷ്മി ദേവിയെയാണ് ഇന്ന് നാം പൂജിച്ച് ആരാധിക്കുന്നത്. അപ്പം ഈ ഭൂമി ദോഷമൊക്കെ ഉള്ളവർ, അതുപോലെ തന്നെ ഭൂമി വാങ്ങാനായിട്ടൊക്കെ ആഗ്രഹമുള്ളവർ, വീട് വയ്ക്കാനൊക്കെ ആയിട്ട് ഭൂമി വാങ്ങാനൊക്കെ ആയിട്ട് ആഗ്രഹമുള്ളവർ ഈ ദിവസം ഈ നാമം ചൊല്ലി അമ്മയെ ഉപാസിക്കുകയാണെങ്കിൽ തീർച്ചയായും അമ്മ അതിനുള്ള ഒരു വഴി നമുക്ക് തുറന്നു തരും. അപ്പോൾ ഈ സമയത്ത് അമ്മയുടെ തിരുനാമം ഈ ജപിച്ച് അർച്ചന ചെയ്യുന്ന സമയത്ത് അമ്മയുടെ ആ ഒരു തിരുരൂപം നന്നായിട്ട് മനസ്സിൽ ധ്യാനിക്കുക. അതുപോലെ തന്നെ ഈ പൂജയുടെ അവസാനത്തിൽ അമ്മയ്ക്ക് ധൂപവും, അതായത് ചന്ദനത്തിരി കൊണ്ടും അതുപോലെ തന്നെ കർപ്പൂരവും കൊണ്ടൊക്കെ ആരതി ചെയ്യുക. അങ്ങനെ ആ പാതാരബിന്ദങ്ങളിൽ, അമ്മയുടെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിച്ച്, ആ പൂജ സമർപ്പിച്ച് അമ്മയെ 3 പ്രാവശ്യം ഒഴിഞ്ഞ്, പാദങ്ങളിൽ ആ മുഖത്തൊക്കെ ഒഴിഞ്ഞ് 3 പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം അമ്മയുടെ പാതാരബിന്ദങ്ങളിൽ അത് സമർപ്പിക്കുക. അതിനുശേഷം ആ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ആ പ്രസാദം വിതരണം ചെയ്യുക. ഇതിൻ്റെ ഒരു പ്രാധാന്യം, ഈ ലക്ഷ്മി പൂജയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്, അമ്മ മഹാലക്ഷ്മി ദേവി ആ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ ദേവതയാണ്. ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇത് പുതിയതായിട്ട് ആരെങ്കിലും ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. അമ്മയെ ആത്മാർത്ഥമായിട്ട് ആരാധിക്കുന്ന ഏതൊരു ഭക്തനും അമ്മയുടെ അനുഗ്രഹം ലഭിക്കും എന്നുള്ളതാണ്. അത് പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് ആരാധിക്കുന്ന ഏതൊരു ഭക്തനും, ഏതൊരു സജ്ജനത്തിനും, ഏതൊരു ഭക്തയ്ക്കും അതിൻ്റെ അനുഗ്രഹം അമ്മ നൽകുന്നതാണ്. ഐശ്വര്യം എപ്പോഴും അങ്ങനെയുള്ള വീടുകളിൽ കളിയാടുന്നതാണ്, അങ്ങനെയുള്ള വ്യക്തികളിൽ കളിയാടുന്നതാണ്. സമ്പത്ത്, ഭാഗ്യം, സൗന്ദര്യം, സന്തോഷം, സ്നേഹം, സമൃദ്ധി എന്നിവയെല്ലാം അമ്മ നമുക്ക് നൽകുന്നു. അതുപോലെ തന്നെ മാതാ ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്ന ഭക്തന്മാരിൽ വിഷ്ണു ഭഗവാൻ പ്രസാദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ലക്ഷ്മി ദേവി ഒരു താമരപ്പൂവിൽ ഇരിക്കുകയും കൈകളിൽ, പുറകിലത്തിലെ കൈകളിലായിട്ട് 2 കൈകളിൽ താമരപ്പൂ പിടിക്കുകയും ചെയ്യുന്നു. അതിൽ ആ ലക്ഷ്മി ദേവിക്ക് 4 കൈകളാണ് ഉള്ളത്. അതിൽ 2 കൈകളിൽ താമരപ്പൂവും കൂടാതെ വലത് കൈയിലായിട്ട് വരമുദ്രയും ഇടത് കൈയിൽ ആ നിധികുംഭവുമായിട്ട് ഭക്തരെ അനുഗ്രഹിക്കുന്ന ഒരു ഭാവത്തിലാണ് അമ്മ വിരാജിക്കുന്നത്. അപ്പോൾ ഈ പൂജ അമ്മയ്ക്ക് സമർപ്പിച്ചതിന് ശേഷം, അതുപോലെ തന്നെ ഈ പൂജയുടെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് കുടുംബ ഐക്യം അത് നമ്മുടെ ഉള്ളിൽ തന്നെ സൃഷ്ടിക്കുകയും വീട്ടിൽ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വ്യക്തിപരവും ഈ തൊഴിൽപരവുമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം തന്നെ നീക്കുന്നു. പിന്നെ ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും വിജയവും വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ കുടുംബം സാമ്പത്തിക സ്ഥിരത ഉള്ളവരായിട്ട് മാറുന്നു. അതായത് എന്നും നമ്മുടെ വീട്ടിൽ സമ്പത്ത് എപ്പോഴും സ്ഥിരമായിട്ട് നിൽക്കുന്നു. ധന ധാന്യ അഭിവൃദ്ധി
ഇവയും വർദ്ധിക്കുന്നു. ധനത്തോടൊപ്പം ധനം മാത്രം കൊണ്ട് കാര്യമില്ല, ധാന്യവും കൂടി ഉണ്ടാവണം, എങ്കിലേ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ലോകത്തിൽ ഈ ധനവും ധാന്യവും എല്ലാം വർദ്ധിക്കുന്നു, അതോടൊപ്പം നമുക്കും വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ വ്യക്തിയിലും അതുപോലെ തന്നെ കുടുംബത്തിലുമൊക്കെ നെഗറ്റീവ് ചിന്തകളെല്ലാം ഇല്ലാതെയാകുന്നു. അതുപോലെ തന്നെ ഈ സന്തതി ഭാഗ്യം, കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ആൾക്കാർ അമ്മ മഹാലക്ഷ്മി ദേവിയുടെ ഉപാസന ചെയ്തു കഴിഞ്ഞാൽ, ലക്ഷ്മി പൂജയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് ഒരു സന്തതി സൗഭാഗ്യമുണ്ടാവുന്നു. അതുപോലെ തന്നെ ജ്ഞാനം, അറിവ്, ആരോഗ്യം, ആയുരാരോഗ്യ സൗഖ്യം, സമാധാനം, ഭാഗ്യം, സമൃദ്ധി എന്നീ നിധികൾ അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ജന്മജന്മാന്തരങ്ങളിൽ സന്തതി പരമ്പരകളിലേക്ക് ആ അനുഗ്രഹ കലകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഈ അമ്മ മഹാലക്ഷ്മി ദേവിയുടെ പൂജയ്ക്ക് ശേഷം അമ്മയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച നിവേദ്യങ്ങൾ എല്ലാവർക്കും ആ കർപ്പൂര ആരാധനയ്ക്ക് ശേഷം കൊടുക്കുക, വിതരണം ചെയ്യുക. അതിനുശേഷം ആ കോയിൻ 5 രൂപയുടെയോ 1 രൂപയുടെയോ ഒരു നാണയം എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അതൊരു ചെറിയ ചുവന്ന തുണിയിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ പൊതിഞ്ഞ് നമ്മുടെ അലമാരയിലെ സേഫിനുള്ളിൽ 1 വർഷത്തേക്ക് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അതെടുത്ത് ചിലവാക്കി കളയരുത്. ഈ 1 വർഷത്തിനുള്ളിൽ 1 വർഷത്തെ ഒരു ഐശ്വര്യമാണ് ഇത്. അതുപോലെ തന്നെ ഈ പൂജയ്ക്കെടുത്ത പുഷ്പങ്ങളൊക്കെ തുളസി തറയിലോ അല്ലെങ്കിൽ വീടിൻ്റെ കിഴക്ക് ഭാഗത്തോ കുഴിച്ച് ആരും ചവിട്ടാത്ത രീതിയിൽ അത് മൂടി ശുദ്ധമാക്കി ശുദ്ധമായ സ്ഥലത്ത് ഇട്ട് മൂടേണ്ടത്. ഇത്രയാണ് പൂജയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ അമ്മയുടെ തിരുനാമം എന്ന് പറയുന്നത് ഓം ഭുവനേശ്വരിയേ നമഃ എന്നുള്ള തിരുനാമമാണ്. നമുക്ക് ഇന്നത്തെ ജപം ആരംഭിക്കാം. നാം അറിഞ്ഞോ അറിയാതെയോ ഈ 108 ദിവസം കൊണ്ട് അമ്മയുടെ 11,664 പ്രാവശ്യം അമ്മയുടെ തിരുനാമം കേൾക്കാനും ജപിക്കാനുമുള്ള ഭാഗ്യം അമ്മ നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇന്നത്തെ തിരുനാമം ഓം ഭുവനേശ്വരിയേ നമഃ എന്നുള്ള തിരുനാമം ഭഗവാന്റെയും അമ്മയെയും ഒരേപോലെ സ്തുതിച്ചതിന് ശേഷം ഇന്നത്തെ ജപം ആരംഭിക്കാം. അതോടൊപ്പം തന്നെ വൈകുന്നേരം എല്ലാവരും 6:30 തന്നെ പൂജ ആരംഭിക്കുക. ഒരുമിച്ച് തന്നെ ആ നാമജപം ഈ പ്രകൃതിയിൽ മൊത്തം വിലയം പ്രാപിച്ച് ഈ ദാരിദ്ര്യവും കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്ന എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ജീവിതത്തിലുടനീളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പൂജ അമ്മയുടെ പാതാരബിന്ദങ്ങൾ സമർപ്പിക്കാം. ഇന്നത്തെ ജപം ആരംഭിക്കുകയാണ്. ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമഃ. 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 ഓം ഭുവനേശ്വര്യേ 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 നമഃ. ഓം
ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. എല്ലാ ഭക്തമനസ്സുകൾക്കും ഈ ജപയജ്ഞത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ ഭക്തമനസ്സുകൾക്കും
ഈ ജീവിതത്തിലെ എല്ലാവിധ സമൃദ്ധിയും ഉണ്ടാവട്ടെ. സമൃദ്ധിയും ഐശ്വര്യവും സന്തോഷവും സമാധാനവും എല്ലാം അമ്മ വാരിക്കോരി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ജപയജ്ഞം സമർപ്പിക്കുകയാണ്. പൂജയുടെ അവസാനം ലോക നന്മയ്ക്കായിട്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് വേണം അമ്മയുടെ പാതാരബിന്ദങ്ങളിൽ നമ്മുടെ പൂജ സമർപ്പിക്കുവാനായിട്ട്. എല്ലാവരും 6:30 തന്നെ, ഇന്ന് വൈകുന്നേരം 6:30 തന്നെ ഇന്നത്തെ ലക്ഷ്മി പൂജ ആരംഭിക്കുക. എല്ലാവർക്കും ഇത് ചെയ്യാനുള്ള ഭാഗ്യവും മനസ്സും സമയവും എല്ലാം നൽകട്ടെ. ഇനി സാഹചര്യങ്ങൾ കൊണ്ട് സാധിക്കാത്ത എല്ലാ സഹോദരന്മാർക്കും അമ്മമാർക്കും അവർ ആ സമയത്ത് അമ്മയുടെ തിരുരൂപം മനസ്സിൽ കണ്ടുകൊണ്ട് ഈ 6:30 മുതൽ 7 മണി വരെ ഈ ജപയജ്ഞത്തിൽ പങ്കെടുത്തുകൊണ്ട് അമ്മയുടെ തിരുനാമം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എല്ലാവരും ഈ ജപയജ്ഞം കഴിഞ്ഞാലും അമ്മയുടെ ഉപാസന ജീവിതത്തിൽ തുടർന്നു കൊണ്ടുപോകണം എന്നുള്ളത് എൻ്റെ എല്ലാവരോടുമുള്ള ഒരു പ്രാർത്ഥനയാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉപാസന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇന്നത്തെ കൊണ്ട് ഇത് നിർത്തരുത്. ഭക്തമനസ്സുകളോട് അപേക്ഷിക്കുകയാണ്. എല്ലാവരും അവരുടെ ആ ഒരു ജീവിത വിജയത്തിനായിട്ട് അമ്മയുടെ ഒരു കൈത്താങ്ങ് എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാവാനായിട്ട്, അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട്, ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ആ തിരുരൂപം എല്ലാ രൂപവും സ്മരിച്ചുകൊണ്ട് അമ്മയുടെ പാതാരബിന്ദങ്ങൾ അർച്ചന ചെയ്തുകൊണ്ട് അമ്മയുടെ തിരുനാമം ജപിക്കുക. നിങ്ങളുടെ കൂടെ അമ്മ എപ്പോഴും ഉണ്ട്. അമ്മ അനുഗ്രഹിക്കും. അമ്മ നിങ്ങളെ കൈവിടുകയില്ല. നിങ്ങളുടെ കൂടെ എപ്പോഴും ധനധാന്യ സമൃദ്ധിയായിട്ട്, ആയുരാരോഗ്യ സൗഖ്യമായിട്ട്, സമ്പൽ സമൃദ്ധിയായിട്ട് അമ്മ കൂടെ ഉണ്ടാവും. ആരും വിഷമിക്കരുത്. അമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും. അമ്മയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് പറയുന്നത്. അമ്മ പറയാൻ തോന്നിപ്പിക്കുന്ന വാക്കുകൾ തന്നെയാണ് ഭക്തമനസ്സുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. ഒരു വാക്കുപോലും ഇവിടെ എഴുതി വെച്ചോ കാണാതെ പഠിച്ചോ ഒന്നുമല്ല പറയുന്നത്. എല്ലാം അമ്മയുടെ തിരുമുമ്പിൽ ഇരുന്നു കൊണ്ട് പറയുന്നതാണ്. അമ്മ എന്താണോ മനസ്സിൽ തോന്നിക്കുന്നത് അതുമാത്രമാണ് ഭക്തമനസ്സുകളോട് പറയുന്നത്. അതുകൊണ്ട് ഇതെല്ലാം അമ്മയുടെ വാക്കുകൾ തന്നെയാണ്. അതുകൊണ്ട് ആരും വിഷമിക്കരുത്. സമ്പത്തൊക്കെ താനേ ഉണ്ടായിക്കോളും. കടബാധ്യതകൾ കൊണ്ട് ആരും വിഷമിക്കരുത്. അമ്മയെ മുറുകെ പിടിക്കുക, ഭഗവാനെ മുറുകെ പിടിക്കുക, ഉപാസന കൈവിടാതിരിക്കുക, ജീവിതത്തിലെ ഉപാസന മുന്നോട്ട് കൊണ്ടുപോവുക. അമ്മ അനുഗ്രഹിക്കും തീർച്ചയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി.